ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊന്ന് പറശ്ശിനി പോയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വടക്കോട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. നമ്മൾ കണ്ണൂരായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നമുക്ക് മുത്തപ്പനാണ് ഇതെന്ന് പറയാം, മുത്തപ്പനോടാണ് കുറച്ചും കൂടി ഒരു ആ സംഭവം തന്നെ അത്. അപ്പോൾ നമ്മളിന്ന് പറശ്ശിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്, പിന്നെ എൻ്റെ സൗണ്ട് തീരെ ശരിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇനിയും നോക്കിയിരുന്നാൽ ശരിയാവില്ല. സൗണ്ട് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് തോന്നി. ഇപ്പോൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്താന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ എത്തി വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ നടന്നു പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് നടന്നു പോകുന്നത്. പിന്നെ അകത്തേറി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അകത്തേറി നമ്മൾ വീഡിയോ എടുത്തിട്ടുമില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി കേട്ടോ. പിന്നെ ഇവിടെ പോകുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മുത്തപ്പനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം ഇതുവരെ പറശ്ശിനിക്കടവ് പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ അതുമല്ല, മുത്തപ്പനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ഇതാണ് മുത്തപ്പനോട്. നമ്മൾ പിന്നെ ചെറുപ്പം തൊട്ടേ ഈ മുത്തപ്പൻ്റെ കാര്യങ്ങൾ കേട്ട് വളരുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. പയറ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്തും പിന്നെ വെള്ളം പോലത്തെ ചായയും. പക്ഷേ അതിന് നമുക്ക് വെള്ളം കൂടുതലാണെന്നൊന്നും തോന്നില്ല കേട്ടോ, നമ്മൾ കുടിച്ച് പോവും. അതാണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല, നമ്മളിതിന് ബോട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളവും ബോട്ടിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ്. പിന്നെ ഒരു ധൈര്യം, മുത്തപ്പൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മാത്രം അന്ന് ഞാൻ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിൽ കയറി കുറച്ച് നേരം നമുക്കത് എത്ര ദൂരം വരെ പോകും കേട്ടോ. ചെറിയ റേറ്റേ ഉള്ളൂ കയറാനാണെങ്കിലും. അപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പം ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് ചോറ് തന്നതും അച്ചൂടിന് ചോറ് കൊടുത്തതും ഒക്കെ ഈ പറശ്ശിനിക്കടവ് നിന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പറശ്ശിനിക്കടവിലാണ് ചോറ് കൊടുക്കുക. അങ്ങനെയാണ് ഒരിത്. കണ്ണൂരുള്ളവർക്ക് അറിയാം പറശ്ശിനിക്കടവിലെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്. ആദ്യം മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ചോറ് തന്നത് അത്ര കൊല്ലം മുന്നേ ഒന്ന് ആലോചിക്കണോ, എനിക്ക് ചോറ് തന്നതും എൻ്റെ മോന് ചോറ് തന്നതും ഒരേ സ്ഥലത്തു നിന്നാണ്. കണ്ണൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ, എവിടെ നിന്നാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഈ ബോട്ടിങ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ആ പൈസയ്ക്കുള്ള വർത്തായിട്ടുള്ള പൈസ തന്നെയാണ്. 50 രൂപ എങ്ങാനും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത്രയും സമയം നമുക്ക് ആ ബോട്ടിങ് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രാഗണിൻ്റെ മറ്റേ ഇതുപോലെയുള്ളൊരു ഷേപ്പുള്ളൊരു ബോട്ട് കേട്ടോ. അത് 2 നിലയായിരുന്നു, നമ്മൾ അതിൽ പോയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, കാരണം ഇപ്പോൾ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പം പേടിയാണ്. പിന്നെ മോനുള്ളതുകൊണ്ടാണ് ഒന്നാമത് കൂടുതലായിട്ട് പേടിയുള്ളത്. പിന്നെ ഈ മുത്തപ്പൻ്റെ അമ്പലത്തിന് അതുവരെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ പോകാത്തവരുണ്ടെങ്കിലോ മുത്തപ്പനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ക്യൂ നിൽക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ തപ്പിയിട്ട് ഹോട്ടൽ, ചെറിയ ഹോട്ടലുകൾ, പിന്നെ തീരെ ചെറുത് ഹോട്ടൽ, പിന്നെ അവിടെ ചിലപ്പോൾ നമുക്ക് പറ്റിയ ഫുഡ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ നല്ല തിരക്കായിരുന്നു എല്ലാ കടയിലും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട ഒരു വേറൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുത്തപ്പൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിയായിരിക്കും. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി മീനും കഴിച്ചിട്ട് കയറാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. എനിക്കറിയുന്നതിൽ ഒരു അമ്പലമാണിത്. വേറെ എവിടെയെങ്കിലും കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇറച്ചി
മീനൊക്കെ കഴിച്ച് നമുക്ക് ഈ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് എനിക്കില്ലെങ്കിൽ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇറച്ചി മീനൊക്കെ കഴിക്കുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വരുമ്പോഴൊക്കെ കഴിച്ചാൽ. പിന്നെ ഇത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നാലും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി വന്നിട്ട് കഴിക്കാം. പിന്നെ മുത്തപ്പന് പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്കും പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കയറിയൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുത്തപ്പന് ഏതൊക്കെയോ ഇറച്ചിയോ മീനൊന്നും പറ്റില്ല കേട്ടോ, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം. അപ്പോൾ ബായ്.